firmly established on the rock of faith of St. Peter, who announced to the whole world that Jesus is the Christ, the Son of the living God. And Jesus answered that you are the rock, and on this rock I will build my church, and the gates of Sheol, of Hades, will not prevail against it. This is our faith, and this is our hope and trust in the Lord, that He will never abandon His church, no matter how difficult the circumstances, no matter how strong the challenges. He will always be with His church. We have seen that throughout the centuries, and we continue to witness that. Duty to live your faith, bear fruits with your faith, because faith without fruit is dead. We have to show our faith by what we do and how we do things. And above all, by love of God to us. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും? ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി ചിലർ ഏലിയാവെന്നും ചിലർ യിരെമ്യാവെന്നും മറ്റു ചില പ്രവാചകന്മാരിൽ ഒരാളെന്നും എന്നൊക്കെയാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ചിലർ ഏലിയാവെന്ന് പറയുന്നു. സെബദിയുടെ മകനായ യാക്കോബാണ് അവിടെ പറയുന്നതായി കാണുന്നത്. അപ്പൊ ഏലിയാവെന്ന് മാത്രമല്ല അയാൾ പറയുന്നത്, സത്യത്തെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും നീ പ്രസംഗിക്കുന്നത് കൊണ്ട് നീ ഏലിയാവാണെന്ന് ചിലർ പറയുന്നു. അപ്പോ മറ്റേ സഹോദരൻ യോഹന്നാൻ പറയുന്നുണ്ട്, നീ യിരെമ്യാവാണെന്ന് പറയുന്നു. അതിനെ കാരണം അവിടെ പറയുന്നുണ്ട്, മത നേതാക്കന്മാരാൽ നീ തിരസ്കരിക്കപ്പെട്ടവനായതുകൊണ്ട്. യിരെമ്യാ പ്രവചനത്തിൽ ഒരു വാക്കുണ്ടത്, മത നേതാക്കന്മാരാൽ നീ തിരസ്കരിക്കപ്പെട്ടവനായതുകൊണ്ട് നീ യിരെമ്യാവാണെന്ന് ചിലർ പറയുന്നു. അപ്പൊ ശീമോൻ പത്രോസ് നഥനയേലിനോട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് യുവർ ടേൺ, നിനക്ക് പറയാനുള്ളത് നീ പറ. അപ്പൊ നഥനയേൽ പറയുന്നു, നീ യോഹന്നാൻ സ്നാപകനാണെന്ന് ചിലർ പറയുന്നു. അപ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എന്നെ കുറിച്ച് ആര് എന്ന് പറയും? അപ്പൊ ശീമോൻ പറയും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹയാകും. ബറിയോന ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. ഇതാണ് വിശ്വാസം, ഇതാണ് പാറ. ഈ വിശ്വാസത്തിന്റെ പാറമേൽ ഞാൻ സഭയെ പണിയും. ഏത് വിശ്വാസത്തിന്റെ? ക്രിസ്തു ആരാണ്, ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള വിശ്വാസത്തിന്റെ പാറമേൽ.